കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോം സെക്കൻഡ് സെമസ്റ്റർ എക്സാം റിസൾട്ട്സ് ഇന്നലെ പബ്ലിഷ് ചെയ്തു. റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് വന്നുള്ളൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പല കോളേജിലും കൂട്ടത്തോൽവിയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ചില സബ്ജക്റ്റുകളിൽ, ഇപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് സെക്കൻഡ് സെമസ്റ്ററിലെ കോസ്റ്റ് അക്കൗണ്ടിങ്, ഈ പേപ്പറിലാണ് മെജോറിറ്റി പറഞ്ഞിട്ടുള്ള കൂട്ടത്തോൽവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുള്ള അടുപ്പിച്ചിരിക്കുന്ന ഒരു 8 പേര് 10 പേര് ഇവരൊക്കെ ഒരു പേപ്പറിൽ ഇന്റർനാഷണൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പേപ്പറിലൊക്കെ തോറ്റിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ച കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പേപ്പറിൽ അവര് പാസ്സായിട്ടുണ്ട്. അപ്പോൾ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ച പേപ്പറിൽ പാസ്സായി, തോൽക്കില്ല നന്നായിട്ട് എഴുതിയിട്ടെന്ന് പ്രതീക്ഷിച്ച പേപ്പറിൽ തോറ്റുപോയി. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂട്ടത്തോൽവി. 5-6 പേര് അല്ലെങ്കിൽ 7 പേര് അടുപ്പിച്ചിരിക്കുന്നവര് തോറ്റുപോയിട്ടുണ്ട്. അപ്പൊ എന്താണ്, വല്ല ടെക്നിക്കൽ ഇഷ്യൂ ആണോ, എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്? ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ റിസൾട്ട് വന്നതിന് ശേഷം ചോദിച്ചിട്ടുള്ള ചോദ്യം. സോ ഇതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എംകോമിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. സോ നമ്മുടെ എംകോം തേർഡ് സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രോബ്ലം പേപ്പേഴ്സിന്റെ കോച്ചിങ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 1, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇങ്ങനൊരു കൂട്ടത്തോൽവി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ആദ്യത്തെ ഒരു കാര്യം യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ നന്നായിട്ട് എഴുതി ഒരു അടുപ്പിച്ചിരിക്കുന്ന കുട്ടികൾ 6-7 പേരൊക്കെ തോറ്റിട്ടുണ്ടെങ്കിൽ അതുപോലെ ടെക്നിക്കൽ ഇഷ്യൂ ആണോ, എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമുക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. ദെൻ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാനും സാധിക്കും, കംപ്ലൈൻറ്റ് കൊടുക്കാം കൺട്രോളർ ഓഫ് എക്സാമിനേഷന്. സോ ഇത് യൂഷ്വലായിട്ട് ഈ പറഞ്ഞ പോലെ ഒരുമിച്ചിരിക്കുന്ന കുട്ടികൾ തോറ്റിട്ടുണ്ട് എങ്കിൽ ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റിപ്ലൈ നൽകുന്നതാണ്, മെയിൽ അയക്കാം. ഓക്കെ, ഇതാണ് ആദ്യം ചെയ്യാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് പേപ്പറിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫോർമലായിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് റിവാലുവേഷന് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. SD-യുടെ റിസൾട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അതിന് ശേഷമായിരിക്കും റിവാലുവേഷന്റെ ഡേറ്റ് വരാം. നന്നായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് എങ്കിൽ നിർബന്ധമായും റിവാലുവേഷന് കൊടുക്കുക. അപ്പോൾ പലരും കൊടുത്ത കഴിഞ്ഞാൽ മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. അത് ഓരോരുത്തരും എഴുതിയിട്ടുള്ള ഇതിനേക്കാൾ മുമ്പുള്ള ഫീഡ്ബാക്ക് വെച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിർബന്ധമായും റിവാലുവേഷന് കൊടുക്കുക. ഓക്കെ, മെജോറിറ്റി കുട്ടികൾ എന്നെ വിളിച്ച് പറയുന്നുണ്ട് അവരുടെ സീനിയേഴ്സൊക്കെ റിവാലുവേഷൻ കൊടുത്തിട്ട് മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവരല്ലല്ലോ നിങ്ങൾ. സാഹചര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ദെൻ ആദ്യമൊക്കെ റിസൾട്ട് വരാൻ വളരെ ഡിലേ വരാറുണ്ട്. ഇപ്പം അങ്ങനെയാണോ? അല്ല, ബാർകോഡ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം, കോൾ ചെയ്യാം, ആദ്യം തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവരെന്തെങ്കിലും ചെയ്യുള്ളൂ. ദെൻ പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് റിവാലുവേഷൻ്റെ ഡേറ്റ് വരുമ്പോൾ നിർബന്ധമായും റിവാലുവേഷൻ കൊടുക്കുക. ദെൻ ആ റിസൾട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിലും ഒരു മാറ്റവും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വീണ്ടും എഴുതാന്നുള്ളത് തന്നെയാണ്. സോ ഇതല്ലാണ്ട് മാർഗമില്ല. ഇതിനേക്കാൾ മുമ്പ് ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് കൂട്ടത്തോൽവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കുട്ടികൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അതൊക്കെ പരിഹരിച്ചിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ള മാർക്ക് തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. കുട്ടികളെപ്പോഴും ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. ഞാൻ എഴുതിയത് നന്നായിട്ടുണ്ട്, എനിക്ക് ഇത്ര മാർക്ക് കിട്ടേണ്ടതാണ്. സോ അതതിൻ്റെ മറ്റൊരു വശമാണ്. പിന്നെ എല്ലാ സെമസ്റ്ററുകളിലും 5 പേപ്പേഴ്സിൽ ഒരു പേപ്പർ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു ഗൂഗിളി പേപ്പർ വരാറുണ്ട് ടഫസ്റ്റ് ആയിട്ട്. അത് ഓരോ വർഷവും അല്ല, ഓരോ സെമസ്റ്ററിലും മാറി വരും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തേർഡ് സെമസ്റ്റർ എംകോമിന് ഇൻകം ടാക്സ് വളരെ ടഫസ്റ്റ് പേപ്പർ ആയിരുന്നു. അങ്ങനെ ഓരോ സെമസ്റ്ററിലും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നൊരു പേപ്പർ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവുക. അങ്ങനെയും സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഞാൻ
നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്പർ 1 കംപ്ലൈൻറ്റ് കോൾ ചെയ്യാം, മെയിൽ അയക്കാം. ദെൻ ഫോമൽ രീതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റിവാലുവേഷന്, സ്ക്രൂട്ടിനി ഇതിനൊക്കെ കൂടിയിട്ട് കൊടുക്കാം. ഇതിലൊന്നും നമ്മുടെ കാര്യങ്ങൾ ശരിയായിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് സപ്ലിമെൻ്ററിയുടെ ഡേറ്റ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റിൻ്റെ അല്ലേ വരുമ്പോൾ അതിലോട്ട് ഫോക്കസ് ചെയ്യുക. സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ തേർഡ് സെമസ്റ്റർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് പാസ്സായി കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ബട്ട് പല കുട്ടികളും ഇപ്പോൾ 4th സെമസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ സപ്ലി എഴുതി റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ കാര്യമാണ് പ്രശ്നം. ബിക്കോസ് അവർ ശരിക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ടൈമാണ്. വീണ്ടും സപ്ലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ടൈം പോയി. 2 വർഷത്തിനായിട്ടും കൂടുതൽ അവരുടെ കോഴ്സ് അല്ലേ ടൈം പോവാണ്. 3 വർഷമാവും റിസൾട്ടൊക്കെ ഇനി കഴിഞ്ഞ് വരുമ്പോൾ. അതൊരു വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എസ്പെഷ്യലി പ്രോബ്ലം പേപ്പേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വീണ്ടും എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. ഓക്കെ, സോ ഒരുപാട് കുട്ടികൾ ഈ ഒരു മാറ്റർ ഇന്നലെ മുതൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.